NIA കോടതിയുടെ മുൻപിൽ ഉണ്ട്. റോജി എം ജോൺ അടക്കമുള്ള അങ്കമാലിയിൽ MLA ആയിട്ടുള്ള റോജി എം ജോൺ അടക്കമുള്ള ആളുകളും അവിടേക്ക് എത്തിയിട്ടുണ്ട്. എന്തായാലും ഇപ്പോൾ നമുക്കൊപ്പം ഈ വാർത്തയുടെ കൂടുതൽ വിശദാംശങ്ങൾ നൽകാൻ, ഇതിൽ കൂടുതൽ പ്രതികരണം നൽകുവാനായി ഫാദർ അജി പുതിയ പറമ്പിൽ ചേരുകയാണ്. ഹലോ ഫാദർ, എന്തായാലും ഏറെ സന്തോഷകരമായിട്ടുള്ള ആശ്വാസകരമായിട്ടുള്ള ഒരു വാർത്ത തന്നെയാണ് ഇപ്പോൾ കന്യാസ്ത്രീകൾക്ക് ജാമ്യം ലഭിച്ചു എന്നുള്ള കാര്യത്തിൽ വരുന്നത്. ഒരു ആതുര സേവന രംഗത്ത് പ്രവർത്തിക്കുന്ന 2 കന്യാസ്ത്രീമാരെയാണ് ഇത്തരത്തിൽ ജയിലിൽ അടയ്ക്കുകയും അവർ കഴിഞ്ഞ 9 ദിവസമായി ജയിലിനുള്ളിൽ കഴിയുകയും ചെയ്തത്. അവർക്കാണിപ്പോൾ ജാമ്യം ലഭിച്ചിരിക്കുന്നത്. ഈ ഒരു സമയത്ത് താങ്കളുടെ ഒരു പ്രതികരണം ഏതു രീതിയിലാണ്? ആദ്യമേ തന്നെ വലിയ ആശ്വാസം, വലിയ സന്തോഷം. ഈ കഴിഞ്ഞ 9 ദിവസമായിട്ട് നമ്മുടെ രാജ്യത്തിലെ മതേതര ഭരണഘടന പിച്ച് ചീന്തപ്പെടുകയായിരുന്നു. നമ്മുടെ ഭരണഘടനയെ ബന്ദിയാക്കിയിരിക്കുകയായിരുന്നു. ഒരു തെറ്റും ചെയ്യാത്ത, മനുഷ്യർക്ക് നന്മ മാത്രം ചെയ്യുന്ന, മനുഷ്യക്കടത്തല്ല, മനുഷ്യരെ സ്നേഹിക്കുകയും അവരെ നല്ല മനുഷ്യരാക്കി പരിവർത്തനം ചെയ്യിക്കുകയും ചെയ്യുന്ന പാവം സിസ്റ്റേഴ്സിനെ കഴിഞ്ഞ 9 ദിവസമായിട്ട് ഏറ്റവും വലിയ കുറ്റങ്ങൾ ചുമത്തി, ഏതൊക്കെയാണ്? മനുഷ്യക്കടത്ത് ആരോപിച്ച്, മതപരിവർത്തനം ആരോപിച്ച് ജയിലിലാക്കി. നമുക്കൊരു താൽക്കാലിക ആശ്വാസമാണ്, വലിയ താൽക്കാലികമായിട്ടുള്ള ആശ്വാസമാണെങ്കിലും വലിയൊരു ആശ്വാസം തന്നെയാണ്. അവരെ ഇന്ന് അവർക്ക് ജാമ്യം കിട്ടിയിരിക്കുന്നു, ജയിലിൽ നിന്ന് റിലീസ് ചെയ്തിരിക്കുന്നു. നമ്മൾ മനസ്സിലാക്കേണ്ടത് അവർക്ക് ജാമ്യം കിട്ടിയിരിക്കുന്നത് NIA കോടതിയിൽ നിന്നാണ്. ഈ NIA കോടതി എന്തിനു വേണ്ടിയുള്ള കോടതിയാണ്? അത് രാജ്യത്തിനെതിരെയുള്ള കുറ്റകൃത്യങ്ങളെ വിചാരണ ചെയ്യുന്ന കോടതിയാണത്. നമ്മുടെ ഈ സിസ്റ്റേഴ്സിന് ജാമ്യം അനുവദിച്ചിരിക്കുന്നത് ആ കോടതിയാണ്. എന്ന് പറഞ്ഞാൽ എന്താണ്? അവരിപ്പോൾ ആരായി മാറിയിരിക്കുന്നു? മനുഷ്യരെ സ്നേഹിച്ച, മനുഷ്യർക്ക് വേണ്ടി തങ്ങളുടെ ജീവിതം സമർപ്പിച്ച, തങ്ങളുടെ സ്വന്തം നാട്ടിൽ നിന്ന് അങ്ങ് ദൂരെ പോയി സേവനം ചെയ്ത, അവിടെയും അവർ താമസിക്കുന്ന ആഗ്രയിൽ നിന്ന് ഈ ഛത്തീസ്ഗഡിലുള്ള ആ കുഗ്രാമത്തിൽ ചെന്ന് അവിടുത്തെ ആ സഹോദരിമാരെ അവർക്ക് തൊഴിൽ നൽകാൻ വേണ്ടി കൂട്ടിക്കൊണ്ടുപോയ ആ സിസ്റ്റർമാരെയാണ് NIA കോടതിയിൽ എത്തിച്ചിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ രാജ്യദ്രോഹ കുറ്റവാളികളായി ചിത്രീകരിച്ചത്. അപ്പം അവിടെ നിന്ന് അവർക്ക് ജാമ്യം കിട്ടുമ്പോൾ നമുക്ക് ജാമ്യത്തിന് സന്തോഷമുണ്ടെങ്കിലും നമുക്ക് പൂർണ്ണമായിട്ട് ആശ്വസിക്കാറായിട്ടില്ല. കാരണം എന്താണ്? ഇത് ജാമ്യം മാത്രമേ കിട്ടിയിട്ടുള്ളൂ. ഈ ജാമ്യം തന്നെ ഉപാധികളോടെയാണ് ജാമ്യം നൽകിയിരിക്കുന്നത്. യഥാർത്ഥത്തിൽ ചെയ്യാത്ത കുറ്റത്തിനാണ് അവർ വിചാരണ ചെയ്യപ്പെടുന്നത്. അതുപോലെ തന്നെ ഇപ്പോൾ ജാമ്യം നൽകിയിരിക്കുന്നു. നമുക്കെന്താ വേണ്ടത്? നമുക്ക് ഇത് തന്നെ FIR തന്നെ റദ്ദ് ചെയ്യപ്പെടണം. അവരുടെ മേൽ ആരോപിക്കപ്പെട്ടിരിക്കുന്നത് ബേസ്ലെസ് ആയിട്ടുള്ള, യാതൊരു അടിസ്ഥാനവുമില്ലാത്ത കാര്യങ്ങളാണ്. അതുകൊണ്ട് ആദ്യം ഇനി ചെയ്യേണ്ട കാര്യം, ഇതൊരു താൽക്കാലിക ഒരു ആശ്വാസമാണെന്ന് ഞാൻ പറഞ്ഞല്ലോ. അതൊരു വലിയ താൽക്കാലിക ആശ്വാസമാണെങ്കിലും നമുക്കൊരു വലിയ ഒരു തലയിൽ നിന്ന് വലിയൊരു ഭാരം ഇറങ്ങിയതുപോലെയാണ്. നമ്മുടെ ഒരു എന്താ പറയുക, മനസ്സിൻ്റെ ഒരു വലിയ വിങ്ങലിന് ഒരു ആശ്വാസം കിട്ടി. അതൊരു വലിയ കാര്യമാണ്, നല്ല കാര്യമാണ്. ഈ കഴിഞ്ഞ 9 ദിവസങ്ങളായിട്ട് കേരള സമൂഹം മതേതരത്വത്തിൽ വിശ്വസിക്കുന്നവർ, ജാതി മത ഭേദമന്യേ, അതിൽ മതമില്ലാത്തവരുൾപ്പെടെ, ഇടതുപക്ഷവും വലതുപക്ഷവും ഒരുമിച്ച്, എല്ലാവരും, എല്ലാ മതസ്ഥരും ഒരുമിച്ച് ഈ സിസ്റ്റേഴ്സിന് വേണ്ടി ഒന്നിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. തെരുവുകളിൽ, ദേവാലയങ്ങളിൽ, മനുഷ്യർ ഒരുമിച്ച് കൂടുന്നിടത്തെല്ലാം ഈ ദിവസങ്ങളിൽ ഈ 2 സഹോദരിമാരെ പറ്റിയാണ് സംസാരിച്ചത്. ഇവിടുത്തെ മാധ്യമങ്ങൾ മുഴുവൻ, മാധ്യമ സുഹൃത്തുക്കളെ അഭിനന്ദിക്കാതിരിക്കാൻ പറ്റുകയില്ല. എല്ലാ മാധ്യമങ്ങൾ എന്ന് പറഞ്ഞാൽ ജനാധിപത്യത്തെയും മനുഷ്യത്വത്തെയും ഈ ഭാരതം നാളെയും മതേതര ഭാരതമായി നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുന്ന എല്ലാ മാധ്യമ പ്രവർത്തകരും ഒത്തൊരുമിച്ച് ഈ ഒരു കാര്യത്തിനു വേണ്ടി നിന്നു എന്നുള്ളത് വലിയ ആശ്വാസമാണ്. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു പ്രതിഫലമായിട്ട് കൂടിയാണ് ഈ ജാമ്യം കിട്ടിയത് എന്ന് കരുതുകയാണ്. കേരള സമൂഹത്തിൻ്റെ ഒരു കൂട്ടായ്മ ഇവിടെ പ്രകടമായി. കേരള സമൂഹം ജാതിമത ഭേദമന്യേ ഈ സഹോദരിമാർക്ക് വേണ്ടി നിലകൊണ്ടു. ഇതൊക്കെ ഈ കേരളത്തിൻ്റെ നന്മയാണ്. അപ്പോൾ ഈ കേരളത്തിൻ്റെ ഈ നന്മയിൽ വിഷം കലക്കാൻ ഇനിയും ആർക്കും സാധിക്കുകയില്ല എന്നുള്ള ഒരു മുന്നറിയിപ്പ് കൂടിയാണ് ഈ സംഭവം തെളിയിച്ചിരിക്കുന്നത്. അപ്പോൾ താൽക്കാലിക ആശ്വാസമെന്ന് ഞാൻ പറഞ്ഞുവല്ലോ. അപ്പോൾ ഇനിയും നമുക്ക് ബഹുദൂരം മുന്നോട്ട് പോകാനുണ്ട്. ഇവിടെയുള്ള ഈ കേരളത്തിലുള്ള ആട്ടിൻതോലിട്ട ചെന്നായ മനസ്സുള്ളവരുടെ മുഖം തുറന്നു കാണിച്ച 9 ദിവസങ്ങൾ കൂടിയാണ് ഈ കഴിഞ്ഞു പോയ 9 ദിവസങ്ങൾ. അവരെങ്ങനെയാണ് ഈ സിസ്റ്റേഴ്സിന് വേണ്ടി അവർ ചെയ്തത്? അവർ അരമനകൾ വീണ്ടും കയറി ഇറങ്ങി. എന്നിട്ട് അവർ പറഞ്ഞു, ആഭ്യന്തരമന്ത്രി ഉറപ്പ് തന്നിട്ടുണ്ട്, നാളെ പ്രോസിക്യൂഷൻ നിലപാട് എടുക്കുമ്പോൾ ഈ സിസ്റ്റേഴ്സിന് അനുകൂലമായിട്ട് എടുക്കും. എന്നിട്ട് നമ്മൾ എന്താ കോടതിയിൽ കണ്ടത്? ഇന്നലെ എങ്ങനെയാണ് കോടതിയിൽ, NIA കോടതിയിൽ പ്രോസിക്യൂഷൻ എന്താ പറഞ്ഞത്? ഇവർക്ക് ജാമ്യം നൽകരുതെന്നാണ് പറഞ്ഞത്.
ബജ്രംഗ് ദളിന് വേണ്ടിയിട്ട് ഹാജരായ അഭിഭാഷകർ എന്താ പറഞ്ഞത്? ഈ സിസ്റ്റേഴ്സ് വലിയ കുറ്റവാളികളാണ്, അവർ മനുഷ്യക്കടത്ത് ചെയ്തവരാണ്, അവർ മതപരിവർത്തനം ചെയ്തവരാണ്, അതുകൊണ്ട് ഒരു കാരണവശാലും അവർക്ക് ജാമ്യം കൊടുക്കരുതെന്നാണ് പറഞ്ഞത്. വളരെ ദുഃഖകരമായ ഒരു കാര്യം നമ്മൾ കഴിഞ്ഞ ദിവസം നമ്മുടെ ഹൃദയത്തെ ഒക്കെ മുറിവേൽപ്പിച്ചൊരു കാര്യം കണ്ടു. കഴിഞ്ഞ ദിവസം സെഷൻസ് കോടതിയിൽ വെച്ച് ഇവർക്ക് ജാമ്യം നിഷേധിച്ചപ്പോൾ ബജ്രംഗ് പ്രവർത്തകർ എന്താ ചെയ്തത്? അവർ ആഹ്ലാദിക്കുകയാണ്. ഇത് നമ്മുടെ മതേതര ഭാരതത്തിൽ നൽകുന്ന ഒരു ചിത്രം എന്താണ്? എന്ത് ചിത്രമാണ് നൽകുന്നത്? രണ്ട് പാവപ്പെട്ട കന്യാസ്ത്രീകൾ അവിടുത്തെ മനുഷ്യർക്ക് വേണ്ടി, അവർ ഗ്രീൻ ഗാർഡൻ സിസ്റ്റേഴ്സ് എന്നറിയപ്പെടുന്നത്. യഥാർത്ഥത്തിൽ അവരുടെ സഭയുടെ പേര് ഗ്രീൻ ഗാർഡൻ സിസ്റ്റേഴ്സ് എന്നല്ല. അവർ ദരിദ്രർക്ക് വേണ്ടി, കുഷ്ഠരോഗികൾക്ക് വേണ്ടി, അരികുവൽക്കരിക്കപ്പെട്ടവർക്ക് വേണ്ടിയിട്ട് ജീവിതം സമർപ്പിച്ചപ്പോൾ മനുഷ്യർ കൊടുത്ത പേരാണ് ഗ്രീൻ ഗാർഡൻ സിസ്റ്റേഴ്സ് എന്ന്. മനുഷ്യർക്ക് പച്ചപ്പ് നൽകിയ സിസ്റ്റേഴ്സ്. ഈ സിസ്റ്റേഴ്സിനെയാണ് ഇവർ അവിടെ കൊണ്ടുപോയി ജയിലിലിട്ടത്. അതുകൊണ്ട് ഈ പറയുന്ന ആട്ടിൻതോലിട്ട ചെന്നായ മനസ്സുള്ളവരുടെ മുഖമാണ് വീണ്ടും വീണ്ടും ഇവിടെ തുറന്നു കാണിക്കപ്പെടുന്നത്. എന്തായാലും വളരെ ആശ്വാസം. ഒന്ന്, സിസ്റ്റേഴ്സിന് ജാമ്യം കിട്ടിയതിലുള്ള ആശ്വാസം ഒരു വശത്ത്, അതോടൊപ്പം തന്നെ ഈ കേരളം വീണ്ടെടുക്കപ്പെടുന്ന ദിനങ്ങളായിട്ട് ഈ ദിവസങ്ങൾ മാറി. കേരളം അതിൻ്റെ മുഴുവൻ നന്മയിലേക്കും തിരിച്ചു വരികയാണ്. ഒത്തൊരുമിച്ച് വിവിധ പാർട്ടിയിൽപ്പെട്ടവർ, മതേതരത്വത്തിൽ വിശ്വസിക്കുന്നവർ, മാധ്യമ സുഹൃത്തുക്കൾ എല്ലാവരും ഒരുമിച്ച് ഒന്നായി ഒഴുകുന്ന ഒരു നദി പോലെയായി നമ്മുടെ ഈ കേരളം. അതുകൊണ്ട് ഇനിയും നമ്മൾ നമ്മൾ ശ്രദ്ധയുള്ളവരായിരിക്കണം, വളരെയേറെ ശ്രദ്ധയുള്ളവരായിരിക്കണം. ഈ സിസ്റ്റേഴ്സിന് മേലുണ്ടായ ഈ ഭരണഘടനാ വിരുദ്ധമായിട്ടുള്ള ആക്രമണം ആദ്യത്തെ സംഭവമല്ല, ഏറ്റവും അവസാനം നടന്ന സംഭവമാണ്. ഈ വർഷം 834 എന്ന് പറഞ്ഞാൽ 2025 ഈ ഏകദേശം 2024 834 ആക്രമണങ്ങളാണ് നടന്നത്. 834 ക്രൈസ്തവർക്കെതിരെ. അതായത് ഒരു ദിവസം 2 എണ്ണം എന്ന വീതി, 2-ൽ കൂടുതൽ. അതുപോലെ തന്നെ ഈ കഴിഞ്ഞ 6 മാസത്തിനുള്ളിൽ 330-ലധികം ആക്രമണങ്ങളാണ് നടന്നിരിക്കുന്നത്. അപ്പോൾ ഇത് ആദ്യത്തെ സംഭവമൊന്നുമല്ല, ഇത് തുടർച്ചയായി നടക്കുന്ന സംഭവങ്ങളുടെ ഒരവസാനത്തെ സംഭവമെന്ന് മാത്രമേ നമുക്ക് മനസ്സിലാക്കേണ്ടതുള്ളൂ. അതുകൊണ്ട് നമ്മുടെ ആശങ്കകളൊന്നും അകന്നു പോയിട്ടില്ല. ഇപ്പോഴും ഇവിടുത്തെ ന്യൂനപക്ഷങ്ങൾ ആശങ്കയിൽ തന്നെയാണ്. ഇവിടുത്തെ മുസ്ലിം സഹോദരങ്ങളും ക്രൈസ്തവ സഹോദരങ്ങളും ദളിതരും മതമില്ലാത്തവരും ഒക്കെ ഇന്നും ആശങ്കയിൽ തന്നെയാണ്. ആശങ്ക നമ്മളെ വിട്ടൊഴിഞ്ഞിട്ടൊന്നുമില്ല. അതുകൊണ്ട് നമ്മൾ ഇനിയും ബഹുദൂരം മുന്നോട്ട് കരുതലോടെ ഈ മതേതര രാഷ്ട്രത്തെ മതേതര രാഷ്ട്രമായി, എല്ലാവരെയും ഉൾക്കൊള്ളുന്ന രാഷ്ട്രമായി, ബഹുസ്വരതയെ സ്നേഹിക്കുന്ന രാഷ്ട്രമായി, നമ്മുടെ ഭരണഘടനയുടെ പ്രിയാമ്പിൾ പറയുന്നത് പോലെ വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ. നോക്കണം, നമ്മുടെ ഭരണഘടന രേഖപ്പെടുത്തിയിരിക്കുന്നത് വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ. പ്രിയാമ്പിൾ അങ്ങനെയാണ്. ഈ രാജ്യത്തെ മനുഷ്യരെല്ലാവരും ഒരു മതത്തിൻ്റെയോ അല്ലെങ്കിൽ ദൈവത്തിൻ്റെയോ പോലും പേരിലല്ല നമ്മുടെ ഭരണഘടന ആരംഭിക്കുന്നത്. വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ എന്ന് പറഞ്ഞാൽ ഈ രാജ്യത്തെ മുഴുവൻ ജനങ്ങളും, 150 കോടി ജനങ്ങളും, വിവിധ ഭാഷകൾ സംസാരിക്കുന്നവർ, വിവിധ വസ്ത്രങ്ങൾ ധരിക്കുന്നവർ, വിവിധ തരത്തിലുള്ള ഭക്ഷണം കഴിക്കുന്നവർ, വിവിധ ആചാരങ്ങളുള്ളവർ, ഈ 150 കോടി ജനങ്ങളും വിവിധ തരത്തിലുള്ള ആചാരങ്ങളാലും വിവിധ തരത്തിലുള്ള സാംസ്കാരിക പ്രത്യേകതകളാലും വ്യതിരിക്തമാക്കപ്പെടുമ്പോഴും നമ്മൾ എന്താ പറയുന്നത്? വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ. ഈ രാജ്യത്തെ നമ്മളെല്ലാവരും ഒറ്റ പൗരന്മാരാണ്. അങ്ങനെയാണ് നമ്മുടെ ഭരണഘടന രേഖപ്പെടുത്തിയിരിക്കുന്നത്, അങ്ങനെയാണ് നമ്മുടെ ഭരണഘടന വിഭാവനം ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് ഈ ഒരു ഒരുമയിൽ നിന്ന് ഭക്ഷണത്തിൻ്റെ പേരിൽ, വസ്ത്രത്തിൻ്റെ പേരിൽ, വിശ്വാസത്തിൻ്റെ പേരിൽ, ആചാരങ്ങളുടെ പേരിൽ മനുഷ്യനെ വ്യതിരിക്തനാക്കുന്ന, മനുഷ്യനെ മാറ്റി നിർത്തപ്പെടുന്ന ആ തത്വശാസ്ത്രത്തിനെതിരെയുള്ള പോരാട്ടം നമ്മൾ ഇനിയും മുന്നോട്ട് പോകേണ്ടതുണ്ട് എന്നൊക്കെയാണ് ഈ വിഷയങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നത്. നമ്മുടെ ഭരണഘടന രൂപപ്പെടുത്തിയപ്പോൾ മനുസ്മൃതിയെപ്പറ്റി അതിൽ സൂചനയില്ല എന്നതിനെപ്പറ്റി ആശങ്കപ്പെട്ടവരുണ്ട് നമ്മുടെ ഭാരതത്തിൽ. അപ്പോൾ ഒരു മനുസ്മൃതി സംസ്കാരത്തിലേക്ക് തിരിച്ചു കൊണ്ടുപോകപ്പെടുകയാണോ നമ്മുടെ രാജ്യം എന്ന ആശങ്കയും ഇവിടുത്തെ ന്യൂനപക്ഷത്തിനുണ്ട് എന്നുള്ള കാര്യം നമ്മൾ ഈ സമയത്ത് പ്രത്യേകമായിട്ട് അനുസ്മരിക്കേണ്ടതാണ്. നമ്മുടെ സിസ്റ്റേഴ്സ് അവർ നമ്മുടെ രാജ്യത്ത് ചെയ്യുന്ന സേവനത്തിൽ ആർക്കാണ് തർക്കമുള്ളത്? എത്രമാത്രം സേവനമാണ് അവർ ചെയ്യുന്നത്? നമ്മുടെ കേരളത്തിൽ നിന്ന് എത്രയോ സിസ്റ്റേഴ്സാണ് നോർത്ത് ഇന്ത്യയിൽ പോയി സേവനം ചെയ്യുന്നത്. സിസ്റ്റർ റാണി മരിയ അവിടെ എന്ത് ചെയ്തതിൻ്റെ പേരിലാണ് വധിക്കപ്പെട്ടത്? അവിടുത്തെ ആളുകൾക്ക് നന്മ ചെയ്തതിൻ്റെ പേരിൽ, അവിടുത്തെ ജനത്തെ സ്നേഹിച്ചതിൻ്റെ പേരിൽ, വിദ്യാഭ്യാസം കൊടുത്തതിൻ്റെ പേരിൽ. സിസ്റ്റർ വത്സ, അതുപോലെ തന്നെ കുഷ്ഠരോഗികൾക്ക് വേണ്ടി പ്രവർത്തിച്ച ഗ്രഹാം സ്റ്റെയിൻ, ഇങ്ങനെ ഒരുപാട് പേരുണ്ട്. ആ പേരുകൾ ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വീണ്ടും ആശങ്കകൾ വർദ്ധിക്കും. അതുകൊണ്ട് കേരള സമൂഹം ഈ കാലഘട്ടത്തിൽ
നമ്മൾ വീണ്ടും വീണ്ടും കരുതലോടെ മുന്നോട്ട് നീങ്ങേണ്ടത് എന്താണ്? നമ്മൾ കരുതേണ്ടത് നമ്മുടെ ഈ കേരളം മാത്രമല്ല, നമ്മുടെ രാജ്യം മുഴുവനും ഈ ബഹുസ്വരതയെ സ്നേഹിച്ചുകൊണ്ട് പരസ്പരം ആദരിച്ചുകൊണ്ട് വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ, ഈ രാജ്യത്തിലെ നമ്മളെല്ലാവരും ഒരു ജനതയാണ് എന്നുള്ള ആ ഒരു കാഴ്ചപ്പാടിലേക്ക് നമ്മൾ മുന്നോട്ട് പോകണം. ഇതൊരു സൂചനയാണ്, നമ്മുടെ കേരളത്തിൽ നൽകിയിരിക്കുന്ന ഒരു സൂചനയാണ്. എന്താണ് ഈ സൂചന? ഇങ്ങനെ ഒരുമിച്ച് നിന്നാൽ തീർച്ചയായിട്ടും നന്മ വിജയിക്കും, സത്യം വിജയിക്കും, നീതി വിജയിക്കും. നമ്മുടെ ഭരണഘടന, ആ ഭരണഘടനയുടെ മൂല്യങ്ങൾ എന്നും തുടർച്ചയായിട്ട് വളരെ ശക്തിയോടുകൂടി മുന്നോട്ട് പോകും. അതുപോലെ തന്നെ ഈ ദിവസങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളുണ്ട്. ഈ ജുഡീഷ്യറിയിൽ കടന്നു കയറാനുള്ള ചില ഭരണത്തിൻ്റെ ചില കാര്യങ്ങൾ നമ്മൾ കാണുന്നു. നമ്മൾ വളരെ ആശങ്കയോടെ കാണേണ്ട കാര്യങ്ങളാണ്. ജുഡീഷ്യറിയെ പറ്റിയുള്ള നമ്മുടെ ഭരണഘടന വിഭാവനം ചെയ്യുന്നത് എന്താണ്? ജുഡീഷ്യറി സ്വതന്ത്രമായിരിക്കണം. ജുഡീഷ്യറി നമ്മുടെ രാജ്യത്തിൻ്റെ നമ്മുടെ രാജ്യത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട തൂണാണ് ജുഡീഷ്യറി എന്ന് പറയുന്നത്. നമ്മുടെ ഭാരതത്തിലെ മനുഷ്യർ ഇന്നും ആശ്വാസം തേടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തൂണ് ജുഡീഷ്യറിയാണ്. പക്ഷേ ഈ അടുത്ത കാലത്തുണ്ടായ ചില പ്രസ്താവനകൾ അല്ലെങ്കിൽ ചില കാര്യങ്ങൾ നമ്മളെ അസ്വസ്ഥപ്പെടുത്തുന്നുണ്ട്. എന്താണ് ഒന്നാമത്തെ ഒരു കാര്യം? ഒന്ന്, ഈ കേസിനെ പറ്റി ശ്രദ്ധിക്കൂ. ഈ കേസിലുള്ള പരാതിക്കാർ ആരാണ്? ഒരു ജനക്കൂട്ടമാണ്. ആ ജനക്കൂട്ടത്തെ വിളിച്ചു വരുത്തിയത് ആരാണ്? ഒരു ഗവൺമെൻറ് ഉദ്യോഗസ്ഥൻ തന്നെയാണ്. TTR ആണ് വിളിച്ചു വരുത്തിയത്. TTR പോലീസിനെ വിളിക്കേണ്ടതിന് പകരം ആരെയാണ് വിളിച്ചത്? ഒരു ജനക്കൂട്ടത്തെ, ബജ്രംഗ് ദൾ എന്ന് പറയുന്ന ഒരു സംഘടനയെ വിളിച്ചത്. അപ്പോൾ ആൾക്കൂട്ടമാണ് ഇവിടെ വിചാരണ ചെയ്യുന്നത്. ഇവിടുത്തെ ഈ പാവം സിസ്റ്റേഴ്സിനെ, അവരുടെ കൂടെ വന്ന 3 സഹോദരിമാരെ, അത് കൂടെയുള്ള ഒരു സഹോദരനെ എന്ന് പറഞ്ഞാൽ യാത്ര ചെയ്യാനുള്ള എല്ലാ കാര്യങ്ങളും അവരുടെ കയ്യിലുണ്ട്. അവരെ വിചാരണ ചെയ്യുന്ന ആരാണ്? ഒരാൾക്കൂട്ടമാണ്. ആൾക്കൂട്ടം പറയുന്നതനുസരിച്ച് പോലീസ് FIR ഇടുന്നു. ഈ FIR അനുസരിച്ച് ആദ്യത്തെ കോടതി എന്താ ചെയ്യുന്നത്? ഈ സിസ്റ്റേഴ്സ് റിമാൻഡ് ചെയ്യുന്നു. ഒന്നും ചോദിക്കണ്ടേ? എന്ത് തെറ്റാണ് ഇവർ ചെയ്തത്? എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇവരെ റിമാൻഡ് ചെയ്യുന്നത്? അങ്ങനെ ഈ മനുഷ്യരെ സ്നേഹിച്ച് സിസ്റ്റേഴ്സ് കുറ്റവാളികളായി ചിത്രീകരിക്കപ്പെട്ട് തുറുങ്കിലടയ്ക്കുകയാണ്.